കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നു. ഒരു കുടുംബം മുഴുവൻ ആശങ്കയിൽ. മരുന്നിന്റെ മണം നിറഞ്ഞ മുറികൾ, മോണിറ്ററിന്റെ ശബ്ദം, അവിടെ ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു. പക്ഷേ ഇതെല്ലാം നടക്കുന്നതിന് മുമ്പ് ആരോഗ്യകരമായ ജീവിതശൈലിയെക്കുറിച്ചും പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചില്ല. നമ്മളിൽ പലരും അങ്ങനെയാണ് സുഹൃത്തുക്കളെ. ന്യൂട്രീഷൻ ക്ലബിലെ മെമ്പർഷിപ്പ്, ജിം മെമ്പർഷിപ്പ്, ഇതൊക്കെ വില കൂടിയതായി തോന്നും. ഹെൽത്തി ഫുഡ് ചിലവേറിയതെന്ന് തോന്നും. റെഗുലർ ചെക്കപ്പ് വേണ്ടെന്ന് തോന്നും. പക്ഷേ ഹോസ്പിറ്റലിൽ ബില്ല് വന്നാലോ, അവിടെ വില ചോദിക്കാൻ പോലും നമുക്ക് ധൈര്യം ഉണ്ടായില്ല. ആരോഗ്യത്തിന് ചിലവാക്കുന്നത് എക്സ്പെൻസ് അല്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ ഇന്ന് ഒരു 2000 ഒരു 3000 ഹെൽത്തിന് വേണ്ടി ചെലവിടാൻ തയ്യാറല്ലെങ്കിൽ നാളെ 2 ലക്ഷം, 5 ലക്ഷം, ലക്ഷങ്ങൾ അങ്ങനെ ഹോസ്പിറ്റൽ ബെഡിൽ ചെലവിടേണ്ടി വരും. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെയില്ല. പക്ഷേ ഈ ഒരു അനുഭവം എനിക്ക് ഒരു വലിയൊരു പാഠം പഠിപ്പിച്ചു തന്നു. മണി ഏൺ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ആരോഗ്യമില്ലാതെ ആ മണി ഉപയോഗിക്കാൻ പോലും കഴിയില്ല എന്നുള്ള തിരിച്ചറിവ്. സുഹൃത്തുക്കളെ, പ്ലീസ് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കൂ. ഇന്നു മുതൽ പിന്നീട് നോക്കാമെന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക. റെഗുലർ ഹെൽത്ത് വെൽനസ് ഇവാലുവേഷൻ നിങ്ങൾ ചെയ്യുക. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുക. എക്സസൈസ് തുടങ്ങുക. പ്രോസസ്ഡ് ഫുഡ് കുറയ്ക്കുക. കാരണം പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ചീപ്പർ ദാൻ ക്യൂർ. നമ്മൾ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ശേഷം ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കണം. ഹെൽത്ത് ഫസ്റ്റ്, എവറിത്തിങ് എൽസ് നെക്സ്റ്റ്. ഹോസ്പിറ്റൽ ബില്ല് നമ്മളെ പഠിപ്പിക്കുന്ന ലെസൺ ഹെൽത്ത് ഇൻവെസ്റ്റ്മെന്റ് ഡിലേ ചെയ്യരുതെന്നാണ്. സോ ഹെൽത്ത് ഈസ് വെൽത്ത്, ഡോണ്ട് മിസ് ഇറ്റ്. പ്രകാശം.